Hey guys, എല്ലാവർക്കും വീ ടോക്സിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. മക്കളെ, ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ, ഇന്ന് ഞാൻ ആങ്കർ ആയിട്ടല്ല നമ്മുടെ ഈ വീഡിയോയിൽ നിൽക്കുന്നത്. നിങ്ങളുടെ കൂടെ മത്സരിക്കാമെന്ന് വിചാരിച്ചു. നന്നായിരുന്നു. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഇല്ലേ, ഞാനല്ല തീരുമാനിച്ചിരിക്കുന്നത്, നമ്മുടെ വീ ടോക്സിന്റെ പ്രൊഡക്ഷൻ ടീമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന് കുറച്ച് റൂൾസും അത് എങ്ങനെയൊക്കെയാന്നുള്ളത് മാത്രമേ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അതായത് ഒരു ചാലഞ്ചിന്റെ പേര് പറയാം. ചാലഞ്ചിന്റെ പേര് എന്ന് പറയാം A to Z ഈറ്റിംഗ് ചാലഞ്ച് എന്നാണ് പേര് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. തിന്നലുണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ ഈ ഒരു ചാലഞ്ചിൽ നമ്മൾ ഒറ്റക്കൊറ്റകൾ മത്സരിക്കുന്നത്, ഒരു ടീമായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു A ടീമും B ടീമും ഉണ്ട്. അപ്പൊ നമ്മുടെ A ടീമില് ഞാന്, കള്ളന്, AK. B ടീം എന്ന് പറയുന്നത് എഡ്വിൻ, വാസ്കോ, കൊമ്പനാണ് B ടീം. ഫുഡിംഗ് ചലഞ്ചിലെ ടീം, കുക്കിംഗ് ചാലഞ്ച്, ജയിക്കാൻ പോണ ടീം. ചാലഞ്ച് എങ്ങനെയാന്ന് വെച്ചാൽ A to Z ഈറ്റിംഗ് ചാലഞ്ച് എന്നല്ല. ഓക്കെ, സോ അപ്പൊ അതിന് ഈറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ വാങ്ങണം. എങ്ങനെയാന്ന് വെച്ചാൽ A മുതൽ Z വരെയുള്ള ലെറ്റേഴ്സ് ഉണ്ടാവല്ലോ, ഓരോ ABCDFG അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഓരോന്ന് വെച്ച് ഓരോ സ്റ്റാർട്ടിങ് വെച്ച് ഓരോന്ന് വാങ്ങാം. നമുക്ക് ഓരോ പ്രൊഡക്റ്റ് വാങ്ങാം. അപ്പൊ ലൈക്ക് നമ്മൾ ഉദാഹരണം B ആണെങ്കിൽ B വെച്ചിട്ട് നമുക്ക് ബിസ്ക്കറ്റ് വാങ്ങാം. ഓക്കെ, B വെച്ചിട്ട് നമുക്ക് ബിസ്ക്കറ്റ് വാങ്ങാം. Z വെച്ചിട്ട് അങ്ങനെ ഓരോ ലെറ്റേഴ്സ് വെച്ച് ഓരോന്ന് വാങ്ങാം. A വെച്ചിട്ട് ടൈഗർ ബിസ്ക്കറ്റ് മേടിക്കാൻ പറ്റും. A വെച്ചിട്ട് ടൈഗർ ബിസ്ക്കറ്റ് വാങ്ങാൻ പറ്റില്ല, കാരണം ബിസ്ക്കറ്റ് ഒക്കെ ബിസ്ക്കറ്റ് ആണ്. ഓക്കെ, അപ്പൊ T വെച്ചിട്ട് ടൈഗർ ബിസ്ക്കറ്റ് വാങ്ങാൻ പറ്റില്ല, B വെച്ചിട്ട് ബിസ്ക്കറ്റ് വാങ്ങാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഒരു ടീമിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് 5000 രൂപ വെച്ചിട്ടാണ് ഒരു ടീമിന് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ അപ്പൊ അതിനുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ ഇവിടെ ഫുള്ള് റെഡി. എന്താണ് കേട്ടില്ല? മന്തി. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇതിന്റെ വിന്നർ എങ്ങനെ തെരഞ്ഞെടുക്കണമെന്ന് അറിയോ? അപ്പൊ നമ്മളെല്ലാരും സാധനങ്ങൾ വാങ്ങി, 2 ടീം സാധനങ്ങൾ വാങ്ങിയിട്ട് ഇങ്ങനെ വെക്കും. ഇതിൽ സെയിം ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, അതങ്ങ് മാറ്റി വെക്കും. ബർഗർ അങ്ങ് മാറ്റി വെക്കും. ഓക്കെ, എന്നിട്ട് ഏറ്റവും കുറഞ്ഞ ചെലവിൽ കൂടുതൽ സാധനങ്ങൾ മേടിക്കുന്നവരായിരിക്കും എങ്ങനെ പോലും വിന്നർ ആവുന്നത്. പക്ഷേ ഓപ്പോസിറ്റ് ടീമിൽ സെയിം സാധനം ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും. അപ്പൊ A ടീമിൽ ബിസ്ക്കറ്റ് ഉണ്ട്, B ടീമിൽ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അത് 2 ക്യാൻസൽ ആയി പോകും. എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളെ എണ്ണ എടുക്കും ചെയ്യും, അതിന്റെ റേറ്റ് നോക്കും ചെയ്യും. എന്ത് വേണമെങ്കിലും അങ്ങനെയാണ്. എന്ത് പറ്റില്ല, റെഡി ടു ഈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. അതായത് അപ്പൊ തിന്നാൻ പറ്റുന്നത്. കാരണം നമുക്ക് ചാലഞ്ച് അവസാനം തിന്നണം. പണി മീൻ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ ഈ സാധനങ്ങളുടെ പേര് ഇതാക്കുക? അതായത് ഇപ്പൊ കപ്പലണ്ടി മേടിച്ചാൽ പീനട്ട് എന്നാണോ കപ്പലണ്ടി എന്നാണോ കൂട്ടാ? മറ്റേ ABCD മലയാളം ഇംഗ്ലീഷ് അല്ലേ? ഓക്കെ, പിന്നെ ഇവരുടെ ഒരു ചാലഞ്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് F വെച്ചിട്ട് നമുക്ക് ഫിഷ് വാങ്ങാം, പക്ഷെ ചാലഞ്ച് അവസാനം തിന്നേണ്ടി വരുന്നുള്ളൂ. അപ്പൊ ഇതിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പോകുന്ന ലൊക്കേഷൻ എനിക്ക് അറിയത്തില്ല, എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന് പ്രൊഡക്ഷൻ ടീം ആയിരിക്കും നമ്മളെ അവിടെ കൊണ്ട് എത്തിക്കുന്നത്. നമ്മളല്ല പോകണം, നമ്മൾ കൊണ്ടാക്കുക ചെയ്യാം. നമ്മൾ ബ്ലൈൻഡ് ആക്കിയിട്ട് ആ ഒരു ലൊക്കേഷനിൽ കൊണ്ടുപോയി കണ്ണ് കുത്തി പൊട്ടിക്കും. എന്തോ ഇങ്ങനെയൊക്കെ ചെയ്യണേ. ഇവിടെ കള്ളനാണ് ലീഡർ, ഇവിടെ കൊമ്പനാണ് ലീഡർ. ഞാൻ ഒരു കാര്യം പറയട്ടെ, പറഞ്ഞോ. ജയിക്കുന്ന ടീമിന് മറ്റേ ടീമിന്റെ ഫുഡ് ഫുള്ള് അതും തരാം, പോരാത്തന്നെ ഒരു 5000 റുപ്പീസ് കയ്യിൽ. ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ നമുക്ക് ചാലഞ്ചിലോട്ട് പോവാം. 26 അക്ഷരം. 28 അല്ലേ? 28 അറബിലാടാ. എന്തോ ആയിക്കോട്ടെ. 26 എന്തോ ഓക്കെ. 10 അക്ഷരം വെച്ച് നിങ്ങൾ കണ്ടുപിടി. 6 ഞാൻ കണ്ടുപിടിക്കാം. ABCDEF ഞാൻ കണ്ടുപിടിക്കാം, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കാം. മേടിക്കുന്നൊക്കെ കൊള്ളാം, ഇവിടം വരെ എത്ര സാധനം കേട്ടാ. സമയം ഇപ്പം 11:11 നോക്കിയേ. അപ്പൊ നമുക്ക് സമയം എത്ര? 1:11. 2:11 ആകുമ്പോൾ കാണാം. ടൈം 11:40. അപ്പൊ ഇനി 1:40 വരെ നമുക്ക് ടൈം ഉണ്ട്. അതിനുള്ള നല്ല ഫുഡൊക്കെ കഴിച്ച് വെള്ളം കുടിച്ച് പോവാം. അങ്ങനെ നമ്മൾ നടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. സ്ഥലം പെണ്ണല്ല. എന്തായാലും നമ്മളെ കൊണ്ട് തമ്മനത്തിലാണ് ഇറക്കിയിരിക്കുന്നത്. ആദ്യം നമുക്ക് വെള്ളം കുടിക്കും. തമ്മനം ഒരു വെള്ളത്തിൽ തുടങ്ങാം. അത് വെള്ളം കുടിക്കണമെങ്കിൽ പവറായിട്ട് ഇത് തുടങ്ങിയാലോ? B4 ബിസ്ക്കറ്റ് എങ്ങനെ പോയാലും അവര് B4 ബിസ്ക്കറ്റ് വാങ്ങത്തുള്ളൂ. അതെ, B വെച്ചിട്ട് വേറെ എന്തെങ്കിലും സാധനം ഉണ്ടോ? ബത്തക്ക, ഒരു കുഞ്ഞു പാളം അപ്പൊ വന്നപ്പോ നമുക്ക് ജാം കിട്ടി. J4 ജാം എടുക്കുന്ന സാധനം നോട്ട് ചെയ്ത് വെച്ചു. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇനി അവർ ജാം വാങ്ങിട്ട് വരും. വേറെ J വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? J4 ജാക്ക് ഫ്രൂട്ട്, ചക്ക ഉണ്ടോ? അടുത്ത ഹണി H4 ഹണി. അത് ആണല്ലേ? എനിക്ക് പപ്സ് വേണ്ട, അരി വെള്ളം മതി. 3 ഫ്രഷ് ലൈം, 2 എഗ് പപ്സ്. കുറച്ച് ഫ്രഷ് ലൈം കിറ്റിനകത്ത് എടുക്കുവാണെങ്കിൽ അത് എപ്പോഴായിട്ട് കൂട്ടായിരുന്നു.
കിട്ടി. ഞങ്ങള് സത്യം പറഞ്ഞ മിക്ക തരത്തിലും കൂടുതൽ കഴിക്കും. ഒന്നും അവിടെ ഇത്ര ടഫുള്ള പക്ഷേ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഈ എക്സ്പെൻസ് എല്ലാം മറ്റേതിന്റെ കൂടെ കൂട്ടണം. ഒന്നാമത്തെ കാര്യം വെയിലത്ത് ഇറങ്ങാനുള്ള, അപ്പം നല്ല വെയിലാണ്, നമുക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഫുഡ് കഴിക്കണം. ചേട്ടൻ ബിരിയാണി അപ്പൊ C4 ചില്ലി അപ്പൊ നമുക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന്റെ ഉമ്മയെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹെൽപ്പ് ചെയ്യത്തില്ലേ? ഇതെടുത്താലോ? അതെന്താ ലെമൺ റിസ്ക് ഉള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കുകയാണെങ്കിൽ നൈസായിരിക്കും. അതെ. കാരണം നമുക്ക് ഐറ്റംസ് കൂട്ടാനും പറ്റും, അവന്മാര് മേടിക്കില്ല. ഡബിൾ അടിക്കൂല. തക്കാളി എന്താ ടൊമാറ്റോ T4 ടൊമാറ്റോ വേറെ ഒന്നും കിട്ടിയില്ലല്ലോ നമുക്ക്. ടൊമാറ്റോ എടുക്കാം. വേറൊരു കാര്യം, ചില്ലി എടുത്തു. അവന്മാര് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഈ സാധനങ്ങളൊക്കെ ആയിരിക്കും നോക്കുന്നത്. അല്ല, ഇത് നമുക്ക് കൊണ്ടുപോകാനുള്ള പാക്ക് ചെയ്യാനുള്ള ആണല്ലേ 2 കേട്ട് എന്താ പരിപാടി? ഇത് ആ ഫ്രഷ് ലൈമിന്റെ ഒരു തുള്ളിയും കൂടി എടുത്ത് പോകട്ടെ കേട്ടോ. കിട്ടി. ക്യാരറ്റ് എടുത്തിട്ടേ ഒരു ബൗള് അടിച്ചാല, മറ്റാണെങ്കിൽ നമുക്ക് ചില്ലി എടുത്ത് മാറ്റിയല്ല. എടുക്കൂടാ. മൂന്നെണ്ണം മടിയന്മാരാ. അതുകൊണ്ട് ഇതുപോലത്തെ തിന്നാൻ പാടിലൊന്നും എടുക്കാൻ ചാൻസ് ഇല്ല. എടാ ഇതെന്താ ഓക്ര ഓ വെച്ചിട്ട് ഇത് എടുത്താലോ? വെണ്ടയ്ക്ക വെണ്ടയ്ക്ക് പച്ചക്ക് തിന്നാൻ പറ്റൂലേ? വെണ്ടയ്ക്ക് ഞാൻ പച്ചക്കുന്ന കിവി വെച്ച് ഏ വെച്ച് അവന്മാർ ആപ്പിൾ എടുക്കൂല, നമുക്ക് ആപ്പിൾ തന്നെ എടുക്കാം. യോഗട്ട് യോഗട്ട് കമ്പനി കണ്ട സാധനം എന്താണ്? അതാണ് യോഗട്ട് വൈ. അല്ല 2 പീസ് എടുത്താൽ മതി. ആ അല്ലല്ല ചേച്ചി പറഞ്ഞെടുത്തോളാം. ബി വെച്ചിട്ട് ബനാന എടുത്തു. ഡബ്ല്യു വാട്ടർ മെലണൊന്നും വേണ്ട, 15 രൂപയ്ക്ക് പിന്നെ വാട്ടർ കിട്ടും. ഓറഞ്ച് എടുത്താലേ? ക്യാരറ്റ് ഒരെണ്ണം, ഓറഞ്ച് ഒരെണ്ണം, ഇത് അത്രയൊന്നും വേണ്ട. അങ്ങനെ സി കിട്ടി, ഓ കിട്ടി, പിന്നെ എല്ല് കിട്ടി, ജി കിട്ടി. അണ്ടിപ്പരിപ്പ് നമ്മൾ അപ്പുറത്ത് മേടിച്ചായിരുന്നു. വീ കിട്ടിയാ ഇല്ല വാട്ടർമെലൻ മേടിക്കാം. ഐ വെച്ചിട്ട് നമുക്കൊരു ഐസ്ക്രീം എടുക്കാം. ഇവിടെ ഒരു മാര കൈഡി നമ്മൾ ഐസ്ക്രീം മേടിക്കാന്ന് വിചാരിച്ചു. മേടിക്കാം 5 രൂപയുടെ സിപ്പ് മേടിക്കാം. 10-30 പറയുമ്പോൾ നമ്മൾ പൈസ നോക്കണല്ലേ? ഏറ്റവും കുറവിൽ എല്ലാം തീരുമാനമാക്കണം. അപ്പൊ നമ്മൾ ഏറ്റവും കുറവ് അത്ര എടുത്ത് നമുക്ക് മാക്സിമം റേറ്റ് കൊടുക്കണം. പിന്നെ നമ്മള് ചെറുപയർ എടുത്ത്, ചെറുപയർ M ആണ് കേട്ടോ. മൂങ്ങാണ്. അവിടെ മൂങ്ങനല്ലേ ചെറുപയർ M ആണ് കഴിച്ചത്. അപ്പൊ M. പിന്നെ നമ്മൾ 6 വെച്ച് റൈസ് എടുക്കാം. രണ്ടും പച്ചക്ക് തിന്നാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. തിന്നിരിക്കും. അത്രേ ഉള്ളൂ. വെച്ചിട്ട് കിവിയാണ് എടുത്തിരുന്നത്. ഒരെണ്ണത്തിന് 143 രൂപ ക്യാൻസൽ. അതെ. മുട്ടായുടെ മണ്ട മുട്ടായി നമ്മളൊന്നും എടുത്തില്ലല്ലോ. അത് സ്വീറ്റിൽ എസ് അല്ല വിടുക. കിൻഡർ ജോയ് അങ്ങനെ ഇല്ല വരില്ല. കിൻഡർ ജോയ് എടുക്കാം, തർക്കിക്കാം. കിൻഡർ ജോയ് ഇതേ സമയം നമ്മളിവിടെ വിചാരിച്ചോണ്ടിരിക്കുമ്പോ ടൈമായിട്ട് പപ്സ് ലൈവ് കഴിക്കുന്ന അയച്ചിരിക്കുന്നത് KFC കൊമ്പൻ 12 ഐറ്റം. എത്ര രൂപ? 150. ഹാപ്പി ആയില്ലേ? 150 രൂപയ്ക്ക് നമ്മൾ 12 ഐറ്റം വാങ്ങിയിട്ടുണ്ട്. എന്റെ പൊന്ന് വാസ്കോ ഹോട്ടൽ എന്ന് പറഞ്ഞ് ചാടി കയറി ചെല്ലല്ലേ. ഫിഷ് ഫ്രൈയാ? പിന്നെ എഫ് പിന്നെ ഊണ് കഴിച്ചിട്ട് പോവാം. അത് നല്ലൊരു ഐഡിയ. അത് സത്യം. കിട്ടില്ല മോണം വിശക്കുന്നു. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ അഭിപ്രായത്തിൽ നമുക്ക് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വേണ്ട അതല്ല, എന്റെ ഒരു അഭിപ്രായത്തിലും പറ്റും. ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ സാധനം മേടിച്ചിട്ട് കാണാം. അപ്പൊ നമുക്ക് എച്ച് വെച്ചിട്ട് ഹോർലിക്സ് ആണ് മേടിക്കേണ്ടത് അല്ലേ? ആൽപ്പലീബി നമ്മൾ നോക്കിയ A4 ആൽപ്പലീബി. അങ്ങനെ നോക്കൂ. എഗ് വാങ്ങണ്ടേ? ഒരു മുട്ടയും കൂടെ കേട്ടോ, മുട്ടയും കൂടെ കാണാം. അപ്പൊ നമ്മള് ഡി വെച്ച് ഡോണറ്റ്, എസ് വെച്ച് നമ്മൾ സമൂസ എടുത്തായിരുന്നു. എഫ് വെച്ച് ഫ്രൂട്ടി. ഇത് നമ്മുടെ അടിയിൽ കലാശിക്കും ഉറപ്പാ. അങ്ങനെ വയറ് നിറയെ തീറ്റ സാധനങ്ങളും മേടിച്ച് ഞങ്ങൾ ഇറങ്ങി. എടാ എന്റെ പൊന്ന് വാസ്കോ എന്ത് വാളാ. ഞാനും കുടിക്കും. എന്തുവാടാന്ന് ചോദിച്ചാൽ കുടിക്കാൻ മേലേ? ഇതെന്തിന് തേങ്ങ? ഞാൻ കുടിക്കും. എനിക്ക് നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റ് കൂടി കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പൊ AC ഡിസ്കസ് ചെയ്യാൻ നമ്മൾ വാങ്ങിയതിന്റെ ലിസ്റ്റ് ഒന്നുകൂടി എടുത്താണ്. അപ്പൊ ഈ പൊട്ടം കാരണം നമ്മൾക്ക് ഒരു 5 രൂപ നഷ്ടം വന്നിട്ടുണ്ട്. അത് നമ്മൾ എച്ച് വെച്ചിട്ട് ഓൾറെഡി ഹാനി എടുത്തായിരുന്നു. ഇപ്പൊ ഓരോരുത്തർ ഈ പൊട്ടം പറഞ്ഞിട്ട് നമ്മള് ഞാൻ അവിടെ നിന്ന് പറഞ്ഞത് മനസ്സിലായി. ബുദ്ധിയുള്ള ആളെ ഏൽപ്പിച്ചാൽ മതി ലിസ്റ്റ് നോക്കാം. അപ്പൊ നമ്മൾ M വെച്ചിട്ട് മിൽക്ക് എടുക്കാനായിട്ട് പോവാണ്. എണ്ണ വെച്ചിട്ട് നട്ട്സ് ആണ് വാങ്ങിയിട്ടുള്ളത്. നമുക്കിനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് മേടിക്കാനുള്ള സാധനങ്ങൾ എഴുതുക. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ബേക്കറിയിൽ കയറി ഇരുന്നാലോ? അപ്പൊ നമുക്ക് മറ്റേ അവിടെ നമ്മള് എന്താണ് പണ്ട് കുറച്ച് മേടിച്ചത്, ഒരു സ്ലൈസും അതുപോലെ തന്നെ ഒരു ക്രീം ബൺ, 2 ക്രീം ബൺ. ഇത് കൊള്ളാല്ലേ? അപ്പൊ നമുക്ക് കൊമ്പൻ അയച്ച പോലെ തന്നെ നമ്മളും കൊമ്പൻ അയക്കുന്നുണ്ട്.
അപ്പൊ അവൻ എന്തിനാ reply എന്നാ? നല്ലവനായ കുട്ട ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഗൂഗിളിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അത് ലവിന്റെ കട്ട്ലേറ്റ് ഒഴിടിയപ്പോ കിട്ടിയില്ലേ? ഇപ്പൊ എത്ര സാധനങ്ങൾ മേടിച്ച്? 18 items മേടിച്ചു. 18 ഐറ്റംസ് ഞങ്ങൾ നേടി കഴിച്ചു. ഇനി ഇവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു പോവാ. എനിക്ക് നടക്കാൻ പറ്റൂല. ഞാൻ നടക്കും. ഒരു മോരും വെള്ളം മേടിച്ച. മോര് ഒരു വെള്ളം നിന്നെ കൊണ്ടുപോയി കൈസ്. അപ്പം ഇനി എന്തായാലും എനിക്ക് ഒട്ടും വയ്യ കൈസ്. അപ്പം ഇനി നമുക്ക് കുടിക്കാലോ? കുടിക്കാം. ജ്യൂസ് ആയിക്കോട്ടെ. ജ്യൂസ് കരിക്ക് ഷേക്ക് മേടിച്ചു നോക്കുമ്പോ ജ്യൂസ് വാട്ടർമെലൺ മത്തക്കള്ളം മേടിക്കാം. പിന്നെ അതെ പിന്നെ ആളില്ലാത്ത കടയാണോ? ഫ്രീ ആണോ? അതിനകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടോന്നൊക്കെ നോക്ക് കഴിച്ച്. ഇവിടെ ഇതൊക്കെ ആളില്ല. ഇവിടെ കട മാത്രം ഇരിപ്പുണ്ട്. ഇത് ഫ്രീ ആണോ? ഇനി ഫ്രീ ആയിട്ട് വെച്ചാണ് എന്നാ പറഞ്ഞ ഒരു നോക്കി ടേസ്റ്റ് ഉണ്ടാ നോക്ക്. 6 കൂടെ കിട്ടാം. ചോദിച്ചേട്ടാ നമുക്ക് ഇവർക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടിയാലോ? നമുക്ക് കിട്ടണമെന്നാണ് ചോദിച്ചത്. ക്യൂ വെച്ചിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റിയ അങ്ങനെയൊക്കെ ചോദിച്ചാലേ. വേറെ അടുത്ത അക്ഷരം പറ. ക്യൂ വെച്ചിട്ട് കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ഐറ്റം? ഉണ്ണിയപ്പം. കൊള്ളാല ചേട്ടാ. താങ്ക് യു ചേട്ടാ. യു സെറ്റായി. ഇനി നമുക്ക് സിപ്പപ്പ് മേടിക്കാം. ഐസ്ക്രീമും സിപ്പൊക്കെ ഒരേ കാറ്റഗറി വരുന്നുണ്ട്. നമ്മൾ 5 രൂപയുടെ ഐസ്ക്രീം, അതായത് 10 രൂപയുടെ ഐസ്ക്രീം മേടിക്കാതെ 5 രൂപയുടെ സിപ്പപ്പാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത്. കേസപ്പോൾ നമ്മൾ 5 രൂപയുടെ സിപ്പപ്പ് മേടിക്കാൻ നമുക്ക് 2 രൂപയുടെ സിപ്പപ്പ് കിട്ടി. ഇത് ഐസ്ക്രീം ആയിട്ട് കൂട്ടോ? ആ ഐസ്ക്രീം സിപ്പല്ല, ഐസ്ക്രീം സിപ്പല്ല, ഐസ്ക്രീം സിപ്പല്ല. 5 രൂപ. മറ്റേ സിപ്പപ്പ് ചിലപ്പോൾ സിപ്പപ്പായിട്ട് കൂട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് നമ്മൾ 5 രൂപയുടെ ഐസ്ക്രീം. ഇത് ഐസ്ക്രീം ആണ് അതിനുള്ളിൽ. അവിടെ ഉണ്ട് ഒരു മണി തെണ്ടിത്തരം പറയരുത് കേട്ടോ. ബായിക്കൊക്കെ അവിടെ ഷെയ്ക്കാ കുടിക്കുന്ന ഷെയ്ക്ക്. ഇവിടെ ഒരു തൊലിഞ്ഞ ലീഡറുണ്ട്. ഞങ്ങൾക്ക് എന്തിനു മേടിച്ചാ പണിക്കാരന് ഇങ്ങനെ പണിയെടുക്കുന്നതിന് ഇതില്ലേ ചേട്ടാ? ഒരു 10 മാത്രമാ. അതെന്തിന് ദൈവം ഇങ്ങനെ ഒരു മണ്ട ലീഡറാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എന്നാ ഒരു ഗ്ലാസ് ഞങ്ങൾ ഗ്ലാസ് ഇവന്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ടോളാം. ബാക്കി ഞാൻ ഫസ്റ്റ് കുടിക്കും പ്ലീസ്. എപ്പോഴും നീ അല്ലേ ഫസ്റ്റ് കുടിക്കും? എന്താ വെള്ളം എല്ലാം കുടിച്ച് ചേർത്ത് ബത്തൊക്കെ എടുത്ത് മറ്റേ ഇതിനകത്തേക്ക് ഇടും, കിറ്റിനകത്തേക്ക് ഇടും. ഒരു പേപ്പർ ഉണ്ടോ? പേപ്പർ മിൽ ഗയാ? എന്നാ ഈ ഗ്ലാസോടെ മേടിക്ക്. ഇത് എന്താ അവസ്ഥയാണല്ലേ? 10 വെള്ളം മേടിച്ചിട്ട് വെള്ളം മാത്രം കുടിച്ചിട്ട് മന്തി കഴിക്കാൻ വേണ്ടിയാ. പിന്നെ ഞങ്ങൾ M4 മന്തി അടുത്തതായിട്ട് ക്യൂ വെച്ചിട്ട് കൊയിലേ വെറൈറ്റി നമുക്ക് കിട്ടിയിരിക്കുന്നു. എത്ര രൂപ? 59 rupees. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് വേറെ ക്യൂ വെച്ചിട്ട് വേറെ ഒന്നും കിട്ടൂല. സംശയപ്പെടാ ശുദ്ധ പാണി. അതെ, W4 വാട്ടർ ഓൾറെഡി എടുത്തു വിചാരിച്ചു നിൽക്കണേ. ഇവനെ കൊണ്ട് ഭയങ്കര ശോകമാണ് കേട്ടോ. ഇനി നമുക്ക് എത്ര നമ്മൾ 1 2 3 4 5 W എടുത്തറാ വേണ്ട വാട്ടർ. ഇതാണ് പ്രശ്നം. ഇവിടെ ചാറ്റ് ചെയ്തോണ്ടിരിക്കാനിടെ കൂടെ. അപ്പൊ നമ്മള് V വെച്ച് വാനില മിൽക്ക് ഷേക്ക് അത് അവിടെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോ. ഇനിയിപ്പോ എന്തായാലും നമുക്ക് 4 ഐറ്റംസും കൂടെ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും വാനില മിൽക്ക് ഷേക്ക് നടന്ന് തളന്ന് കാര്യം കഴിക്കുന്ന കേസ്. അതെ അതെ. ഒരു നെല്ലിക്ക, ഒരു കെച്ചപ്പ്, ഒരു സിപ്പപ്പ്, ഒരു സിപ്പപ്പ്, 3 സിപ്പപ്പ്. എനിക്ക് ഇപ്പൊ വരാതെടുത്ത സത്യം എനിക്ക് തന്നില്ലല്ലോ. 3 സിപ്പപ്പ്. അല്ല 3 സിപ്പപ്പ്. സോറി എടാ, നീയാണ് സാധനങ്ങളൊക്കെ തിന്നുന്നത്. അപ്പൊ നീ സാധനം ഇതും നീ തന്നെയാണ്. അഗ്രിമെന്റ് വെച്ചിട്ടില്ല. അതെന്ത്? എന്നാ ടീം പോട്ടിട്ട് ടീം പോട്ടിട്ട് കൊമ്പ കാട കൊണ്ട കഴിക്കൂല്ലേ? കൊമ്പച്ചൻ കാട കൊണ്ട് കഴിക്കൂല്ലേ? എന്തിനീ കാട കൊണ്ടൊക്കെ പഠിക്കണം? ഞാൻ തിന്നില്ലേ. അന്ന് എനിക്ക് മന്തി വേണം. ഇല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പേരിടാം. അത് നല്ല idea. അത് നല്ലൊരു ഐഡിയ ആയിരിക്കും. ആരും കാണാത്തൊരു പച്ചക്കറി എടുക്കാം. ബാ, എനിക്ക് നമ്മൾ പറയുന്നതാണ് അതിന് പേര്. ബാ കേസ്. അപ്പം ഇതാണ് നമ്മളുടെ സിനോഫിയ. ഇത് സിനോഫിയ ആയിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. കേസ് നമ്മളിങ്ങനെ 3ാമത് സെറ്റ് ബെല്ലടിക്കാൻ വന്നപ്പോഴത്തേക്കും നമുക്കിവിടെ ജസ്റ്റ് സെറ്റ് വെച്ചിട്ട് ഒരു സൂബി എന്ന് പറയുന്ന ബ്രാൻഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഇത് വെച്ചിട്ട് തർക്കിക്കാം. ക്യാൻഡി ആണ് എന്നാലും തർക്കിക്കാം. കേസ് അങ്ങനെ നമ്മള് ഇല്ലാത്ത സിനോഫിയക്ക് ഇവിടെ നമ്മള് ആ ചേട്ടനെ കൊണ്ട് തന്നെ വേറെ എഴുതിപ്പിച്ച സ്റ്റിക്കർ. കേസ് അങ്ങനെ നമ്മള് ലോകോത്തര കള്ളന്മാരായിട്ടുണ്ട്. ഇനി സപ്പോർട്ടാ കിട്ടുമോ നോക്കണം. എന്നെ കണ്ടുകൊണ്ട് ഞാൻ നെയ്യപ്പം കണ്ടുപിടിച്ചു. നീ എങ്ങനെ കണ്ടുപിടിച്ചടാ? അത് അവിടെ നിന്നിട്ട് കൊമ്പത്തി വേറെ സാധനം മേടിക്കാൻ വേണ്ടി. ഇതിന്റെ പേരെന്ന് പറയുമ്പോ
കേക്ക് എന്നാണ്. അല്ല ഇലയപ്പം തന്നെ. ഇനി എന്തിനാ ഇതൊക്കെ അറിയിച്ച് നമ്മളെ തോപ്പിക്കണേ നീ? ഇലയപ്പം തന്നെയാണ്, വേറെ ഒന്നുമില്ല. അപ്പൊ എന്തായാലും ഇവിടുന്ന് നമ്മൾ ഇനി എന്തൊക്കെ നമുക്ക് മേടിക്കാണ്ട്? ഇലയപ്പം, ഈ ഒരു മിൽക്ക് സർബത്ത്, മിൽക്ക് സർബത്ത്, വെള്ള സർബത്ത്, ഗൈസ് അപ്പൊ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് പോവാല്ലേ? ഇപ്പൊ നമ്മൾ നടന്ന് ഇപ്പൊ എവിടെയായി? നമ്മളിവിടെ നമ്മുടെ സ്ഥലത്ത് തന്നെ എത്തി. ആ ടൈമിൽ ഇവരെ ഇക്കയും കാര്യമായിട്ട് വന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ നമ്മുടെ ടൈം തീർന്നു കഴിച്ചു. നമുക്കല്ലേ ഫസ്റ്റ് ഗൈസ്. അപ്പോൾ നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എ ടീമിന്റെ ആയാലും ബി ടീമിന്റെ ആയാലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ടീമിന്റെ അഭിപ്രായം പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അടിപൊളിയായിരുന്നു. മാക്സിമം നമ്മളെല്ലാം കവർ ചെയ്യാൻ നോക്കിയെന്നാണ് അല്ലേ? നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പോ നമ്മുടെ ബി ടീമിന്റെ അവസ്ഥ എന്താ? ഞങ്ങൾ അതിലും അടിപൊളിയായിരുന്നു. നന്നായിട്ട് കവർ ചെയ്ത് എൻജോയ് ചെയ്ത് കവർ ചെയ്ത് എല്ലാം കവറിനകത്ത് ഇട്ടിട്ടുണ്ട്. ഗൈസ് അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ആൽഫബറ്റിൽ നിന്ന് തുടങ്ങിയാലോ അല്ലെ? അപ്പോ രണ്ട് ടീമത്തെ ആൾക്കാരും എ വെച്ചിട്ടുള്ള സംഭവം എ വെച്ചിട്ടുള്ള സാധനമാണ് നമ്മൾ ആദ്യം എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എ ടീമെന്ന് ബി ടീം എടുത്തു ആയിട്ട് എടുത്തോ. അപ്പൊ നമ്മുടെ ടീമെന്ന് ഇതിന് ക്യാൻഡി എന്ന് പറയും. അങ്ങനെയൊന്നും ഉണ്ടോ? ക്യാൻഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ക്യാൻഡി ക്യാൻറ്റീനിൽ വേറെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്യാൻറ്റീനിൽ രണ്ട് ഐറ്റംസ് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ സി വെച്ചിട്ട് ക്യാൻഡി എടുത്തു കഴിഞ്ഞാൽ രണ്ടെണ്ണം പറ്റത്തില്ല. എടാ ഇത് വേറെ ക്യാൻഡി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല. ആൽപല്ലീബ എന്ന് പറയുന്നത് അതിന്റെ ബ്രാൻഡിന്റെ നെയിമാണ്. ബ്രാൻഡ് നെയിം ഫ്രൂട്ട് നെയിമാ. അന്ന് ഇതിനെന്തിട്ട് പറയാ? പിന്നെ ഇത് ക്യാൻഡീനെ ഇത് മുട്ടായും ക്യാൻഡി ഒന്ന് ചോക്ലേറ്റ് ഒന്ന് രണ്ട് സാധനം അതിനെ കൂട്ടാൻ പറ്റും. അല്ല ആൽപ്പര്യം പിന്നെ എക്ലെയർ അങ്ങനെ ഓരോ ശരി പോട്ടെ. ഓക്കെ ഒന്ന് പോയാലും പ്രശ്നമില്ല കേസ് പോട്ടെ. എന്തോരം പോവാൻ കിടക്കണ്. ഇനി അടുത്ത നമ്മുടെ ബി ആണ്. ഭാഗ്യം. അടുത്ത സാധനം എടുക്കാലോ. ഓക്കെ സി ആണ് അടുത്തത് ലെറ്റർ. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ സി പറയുന്നത് സിയില് നമ്മൾ ചില്ലിയാണ് വെച്ചിട്ടുള്ളത്. കട്ടോണ്ട് വന്നോ ഡി അല്ലേ ഗൈസ്? അപ്പൊ നമ്മള് ടീമിൽ ഡി ഫോർ ഡോണറ്റ്. ഞങ്ങളുടെ ഡി ഫോർ ഇപ്പൊ തരും. ഡി ഫോർ ഡാഡ്. അവസാനത്തേക്ക് നമുക്ക് സമയം കിട്ടും. അപ്പൊ സാധനം ഉണ്ടോ ഇല്ലോ? നമ്മൾക്ക് ഇവിടെ സാധനം റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ അടുത്ത ഈ ആണ്. ഈ എന്താ ഗൈസ്? അപ്പൊ നമ്മളെ ടീമിൽ നോക്കുവാണെങ്കിൽ നമ്മള് എഗ് പപ്സ് എടുത്തിട്ടുണ്ട്. ഈ ഫോർ എഗ് പപ്സ് ഗൈസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മള് ഫ്രൂട്ടിയാണ് ഗൈസ് എടുത്തിട്ടുള്ളത്. ബ്രാൻഡ് നെയിം എന്നൊന്നും പറയരുത്. ഇത് ജ്യൂസിൽ വരുന്നതാണ്. എല്ലാ സാധനങ്ങളും ജ്യൂസിൽ പ്രൊഡക്റ്റ് നെയിം ഇതിന്റെ അകത്തിരിക്കുന്ന സാധനത്തിന്റെ പേര്
ഫിഷ് ഫ്രൈ നമ്മളെ നല്ല അടിപൊളി ഫിഷ് ഗൈസ് അപ്പൊ നമുക്ക് അടുത്തത് ജി ആണ്. ഓക്കെ, ജി വെച്ചിട്ടുള്ള എടുക്കാം. നമ്മള് ഗ്രേപ്പ് എടുക്കാം. ഹണിയാ വെച്ചുള്ളത്. എന്താ എന്താ ഇത് ബ്രാൻഡ് നെയിം അല്ലേ? നമുക്ക് സംസാരിക്കണ്ടേ? ഇതിന്റെ വേറെ പേര് പറഞ്ഞു നിങ്ങളെ ഒരായിരം പ്രാവശ്യം ഞാൻ പറയാതെ എടുക്കല്ലേ ഐസ്ക്രീം തന്നെയാ ഇത് ഐസ്ക്രീം നടക്കില്ല അതിന്റെ അകത്ത് ഒരു ഐസ്ക്രീമും അല്ല അതിന്റെ അകത്ത് ഒരു ഐസ്ക്രീമും അല്ല വേറെ കടയിൽ പോയിട്ട് ഐസ്ക്രീം തരാന്നുണ്ട് അവർക്ക് ചോദിക്കുന്ന കാര്യമില്ല നമ്മള് കണ്ട് ഇപ്പൊ അലിഞ്ഞു പോയി നടക്കൂല ഇത് നമ്മളെ കൺമുമ്പിൽ കണ്ട് നിങ്ങളെ തിപ്പ പൊട്ടി ചോദിച്ചോ ഇത് കള്ളക്കല നടക്കില്ല നമ്മുടെ നാട്ടിൽ പോയിട്ട് ഐസ്ക്രീം എന്ന് വെച്ചാൽ സിപ്പ് പിടിച്ചില്ല. നിങ്ങൾ എന്തൊരു പറഞ്ഞാലും സമ്മതിക്കത്തില്ല. നമ്മൾ പറയട്ടെ അത് സിപ്പപ്പ്. അപ്പൊ അതിന്റെ കവർ നീ അതിന്റെ കവർ എടുക്ക ചോക്കോബാറിനുള്ളിലുള്ളതും സംസാരിക്കട്ടെ. ഇത് സിപ്പപ്പ്, ഇത് ഐസ്ക്രീം. ഇത് ഐസ്ക്രീം അല്ലെന്ന് തെളിയിക്കാൻ കുടിച്ചു കാണിക്കണോ? ഇത് ഐസ്ക്രീം ഇത് ആപ്പിളാണ്. നമ്മൾ പറഞ്ഞോട്ടാ നിങ്ങളുടെ നാട്ടില് പൊട്ടിച്ചിട്ടാണ് അതിൽ ഒഴിച്ചത്. അത് ഐസ്ക്രീം അപ്പൊ സിപ്പപ്പിന്റെ കവർ ഇത് വന്നപ്പോ ഐസ്ക്രീം ആയി. വെള്ളമാണ് ഉണ്ടാവുക. ഇതിലൊരു ഐസ്ക്രീമാണ്. അത് ഐസ്ക്രീമാണ്. മനസ്സിലായോ? വ്യത്യാസമുണ്ട്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഐസ്ക്രീം സിപ്പപ്പ് എന്തുവാ? എന്തോ ഐസ്ക്രീം സിപ്പപ്പ് ഐസ്ക്രീം ഇപ്പൊ അയ്യാണ് അല്ലാതെ 5 രൂപ ഐസ്ക്രീം സിപ്പപ്പ്, 2 രൂപ നോർമൽ സിപ്പപ്പ്. ഐസ്ക്രീം ചോദിക്കുമ്പോ ആരും സിപ്പപ്പ് എടുത്ത് തരുന്നത്? ഐസ്ക്രീം മേടിക്കാൻ കടയിലേക്ക് ഇതിനകത്ത് ഐസ്ക്രീം ഉണ്ട്. നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല. നിങ്ങൾക്ക് അതിനെ കുറിച്ച് അല്ലടാ, ഇത് ശരിക്കും ഐസ്ക്രീം സിപ്പപ്പ്. ഇത് നമ്മൾ ഒരിക്കലെടുത്ത ഐസ്ക്രീമാണ്, കപ്പ് ഐസ്ക്രീമാണ്. അപ്പൊ ഞാനിടെ ഇതാണോ ഐസ്ക്രീം? ഇതാണോ ഐസ്ക്രീം? 2 രൂപ ഒരേ ടേസ്റ്റ്. കുടിച്ചോ. നമ്മളെടുത്തോട്ടാ. നമ്മൾ കോമ്പറ്റീഷൻ മൈൻഡ് ആവുകൊണ്ട് നമ്മൾ ഏത് ലെവൽ വരെയും പോകും. അത്രേ ഉള്ളൂ. നമ്മൾ പറ്റിപ്പോയി നമ്മൾ ഐസ്ക്രീം സിപ്പപ്പ് ഇങ്ങനെ എടുത്ത് വിളിച്ച് കാണിച്ച അത്രേ ഉള്ളൂ. നമ്മൾ ജാം വെച്ചിട്ടുണ്ട്. കെച്ചപ്പ് ഒരു ചോക്ലേറ്റ് ഇത് ടൊമാറ്റോ കെച്ചപ്പാണ്. രണ്ട് ടൈപ്പ് ഉണ്ട്. ലെമൺ കെച്ചപ്പ് ഉണ്ട്, ചില്ലി കെച്ചപ്പ് ഉണ്ട്. മെയിൻ ആയിട്ട് വിളിക്കുന്ന കെച്ചപ്പ് ഡയറി മിൽക്ക് എല്ലാത്തിനും ചോക്ലേറ്റ് എല്ലാത്തിനും ചോക്ലേറ്റ്
ഓക്കെ ലെമൺ അവർ രണ്ടുപേരും എം എടുക്കുക എം എം കാണിക്കും മിച്ചർ എം കാണിക്കും നമ്മുടെ കാണിക്കും മിൽക്ക് മിൽക്കാണ് മിൽക്ക് ഓക്കെ എന്നെ എടുക്ക് നെയ്യപ്പം ആ എല്ലാ നാട്ടിലും നെയ്യപ്പം എന്ന് പറഞ്ഞു ടോക്കിമാരുടെ നാട്ടിൽ എന്താണോ പറയണേ എന്തോ ടോക്കിമാരുടെ നാട്ടിൽ അച്ഛപ്പെന്നാണോ പറയണേ അല്ല എന്നെ പറ നമ്മള് നെയ്യപ്പം വന്ന് നെയ്യപ്പം വെച്ചോ നെയ്യപ്പം വെക്കാം നെയ്യപ്പന്റെ മാക്കൊക്കെ കുത്തി അങ്ങനെയല്ലായിരുന്നു തന്നെ നമ്മള് ആളെടുക്കണ്ടേ എന്തിനാ ഓജ ചില്ലി എടുക്കണം ആ എടുക്കോ എന്റെ പേരെന്താ നിങ്ങൾക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ അറിയില്ല എന്ന് മനസ്സിലായോ മനസ്സിലായില്ലയോ ഇതിന്റെ പേരറിയാമെങ്കിൽ നമുക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. ഇതിന്റെ പേര് മാത്രം അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഇതിന്റെ ഒന്നും പറയുന്നത്. ഞാൻ ഒരു കാര്യം അവിടെ പറയട്ടെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയില്ല മനസ്സിലായില്ല. ഓക്കെ ഗൈസ് അപ്പൊ അടുത്തത് പി ആണ് ഓക്കെ പി എടുക്ക് ഓക്കെ പീനട്ട് എടുത്തിട്ടുണ്ട് അവിടെ പിസ്ത പായസം കൂട്ടിന്ന് എടുത്തിട്ടുണ്ടോന്നൊക്കെ രണ്ടെണ്ണൊക്കെ വെച്ച് ക്യൂ എടുക്ക് എത്ര മുട്ട ഉണ്ട് മുട്ട പോട്ടെ റൈസ് 2 റൈസ് ഓക്കെ അപ്പൊ 2 റിജക്ട് എസ് എടുക്ക് അപ്പൊ നമ്മൾ സമൂസ എടുത്തത് നിങ്ങളെന്താ എടുത്തത് എടുത്തത് ടീ കാണിക്കും നമ്മള് ടൊമാറ്റോ ആണ് അടുത്ത ലെറ്റർ നമ്മൾ എടുത്തത് ഉണ്ണിയപ്പാണ് യു ഫോർ ഉണ്ണിയപ്പം ബിരിയാണി എന്തോന്ന് അറിയില്ല ഇനി കാണാനില്ല ബാത്റൂം പോയിട്ടോ വാനില മിൽക്ക് ഷേക്ക് ഓക്കെ വാനില മിൽക്ക് ഷേക്ക് വാനില ഫ്ലേവറാണ് ജ്യൂസ് ഐറ്റമാണ് ഇത് ജ്യൂസ് ഐറ്റമാണ് ഇതിലെവിടെയാണ് നമ്മൾ ജ്യൂസ് ഐറ്റംസ് വേറെ ആഡ് ചെയ്തിട്ടുള്ളത് വേറെ മാംഗോ ജ്യൂസ് അങ്ങനെയാണ് പറയാ ഇത് ടൊമാറ്റോ ഉണ്ടാക്കിയ സാധനം പിന്നെ എന്തോ പിന്നെ പറയാ ജയിക്ക് നമ്മൾ ഇതെന്ത് വെച്ചേ ജ്യൂസ് സമൂസയുടെ പകുതി അപ്പൊ പൈസ വേണം 50 രൂപ സമൂസക്ക് തിന്നുന്നതാ അത് എനിക്ക് തരാൻ വേണ്ടി ഒരു സമൂസ 50 രൂപ 50 സമൂസ അത് തമാശ കളിക്കല്ലേ അങ്ങനെയാണെങ്കിൽ ഞങ്ങള് ഇത് എന്തൊരു മനുഷ്യനാ സമൂസക്ക് അരിഞ്ഞുകൊണ്ടുന്ന സാധനം നല്ല ഫ്രഷ് സാധനം നിങ്ങൾക്ക് എക്സ് ഇല്ലേ മൊണ്ണാപ്പി അത് ബില്ല് അടിച്ചതാണ് അവിടുന്ന് അല്ല നിങ്ങൾ എഴുതി വെക്കാൻ പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റ് വൈയാണ് വൈ എടു ഡ്രൈ ഉണക്കമുന്തിരി എന്നാണ് ഇതിന്റെ പേര് ഇമേജസ് റൈസിൻസ് അല്ലെ കിസ്മിസ് ഇല്ല കിസ്മിസ് കറക്റ്റ് പേര് നിന്റെ കിസ്മിസ് അല്ല വേറെ പേരുണ്ടോ ലെറ്റർ ഏതാ ലെറ്റർ വൈ പിന്നെ യു എസ് എന്ന് പറയുന്നത് ഇത് കിസ്മിസ് നോക്ക് എടാ നമ്മുടെ യു
ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്ത് പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ശരിയാണ് കേൾക്കുന്ന പേര് പറ കിസ്മിസ് എന്ന് പറഞ്ഞാൽ മുന്തിരി അതല്ല ഇത്. ഇങ്ങനെ വരുന്നത് പക്ഷെ കിസ്മിസ് അടിച്ച കറക്റ്റ് റൈസ് അപ്പൊ നമ്മളെടുത്തത് വയ്യല് യോഗട്ട് ഓക്കെ എന്താ യോഗട്ട് കുറച്ച് വിവരമുള്ള ലീഡർ വെക്കാമോ എന്റെ പൊന്നെ വിവരമുള്ള ലീഡറിനെ എന്തുവാണ് ഗൈസ് അപ്പൊ നമ്മൾ അടുത്ത് എടുക്കാൻ പോകുന്ന Z ആണ് ഓക്കെ Z ഉണ്ടോ നമ്മൾ എടുത്തിട്ടില്ല ക്യാഷ് പോലത്തെ വല്ലതുണ്ടോ നമ്മൾക്ക് സീറോ ക്യാഷ് അപ്പൊ നമ്മൾ എത്ര ഐറ്റംസ് ശരിയാക്കുന്ന സെറ്റ് ആയി എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 അപ്പൊ നമ്മൾ 15 ശരിയാക്കിയിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങളുടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ബാക്കി മൈനസ് 398 ഓക്കെ ആ ഇത് 4500 എണ്ണ വയ്ക്കാം 1 2 3 4 5 6 7 8 9 4611 രൂപ 4611 രൂപ നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഡോണറ്റൊക്കെ എടുത്തോട്ടാ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വലിയ ചാലഞ്ച് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാണ് എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കിടില ചാലഞ്ചുകൾ വല്ല സജഷൻ വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അല്ലേ? അതുവരെ